പ്രിയപ്പെട്ട കുട്ടികളെ, കറുകപ്പച്ചയുടെ പുതിയ വിശേഷങ്ങൾ നിങ്ങൾക്ക് അറിയണ്ടേ? ഇത്തവണ ഒരു വവ്വാലിനെ കുറിച്ചുള്ള കഥകളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വവ്വാലിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, എങ്കിലും ഇത്രയും അടുത്ത് കാണാനായിട്ട് നിങ്ങൾക്ക് ഒരിക്കലും അവസരം ലഭിച്ചിട്ടുണ്ടാവുകയില്ല. ഒരു പപ്പായ മരത്തിൽ വന്നിരുന്ന് പപ്പായ തിന്നുന്ന വവ്വാലിനെ യാദൃച്ഛികമായിട്ടാണ് ക്യാമറയിലേക്ക് പകർത്താനായിട്ട് സാധിച്ചത്. വവ്വാലാണെങ്കിൽ ക്യാമറയ്ക്കായിട്ട് നന്നായി പോസ് ചെയ്യുകയും ചെയ്തു. വവ്വാൽ കാലുകൾ മുകളിൽ വെച്ച് തൂങ്ങിക്കിടന്നുകൊണ്ടാണ് സാധാരണ ജീവികളിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് അത് ഭക്ഷണം കഴിക്കുന്നത്. എപ്പോഴും കീഴോട്ട് തല കീഴായി തൂങ്ങിക്കിടക്കുന്ന വവ്വാലുകൾ നമുക്ക് പേടി സ്വപ്നമാണ്. എങ്കിലും അതൊരു സാധു ജീവിയാണെന്നറിയുമ്പോഴാണ് വവ്വാലിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുക. ഒരുപക്ഷെ നിപ്പ എന്ന രോഗം വന്നപ്പോൾ വവ്വാലിനെയൊക്കെ നമ്മൾ ഭയന്നിട്ടുണ്ടാകും. പക്ഷേ അങ്ങനെ പേടിക്കൊന്നും വേണ്ട. വവ്വാൽ ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്ന, പ്രകൃതിക്ക് ഒരുപാട് ഉപകാരങ്ങൾ ചെയ്യുന്ന ഒരു സസ്തനിയാണ്. പറക്കുന്ന സസ്തനികളിൽ ഒരു സസ്തനിയാണ് വവ്വാൽ. വവ്വാലിന് ചിറകുകളുണ്ടെങ്കിലും തൂവലുകളില്ല. പ്രിയപ്പെട്ടവരെ, വവ്വാൽ പലപ്പോഴും ഇര തേടുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. പഴങ്ങളും അതുപോലെയുള്ള സാധനങ്ങളുമൊക്കെയാണ് വവ്വാലിൻ്റെ പ്രധാന ഭക്ഷണം. വവ്വാലിൻ്റെ സഞ്ചാര രീതിയാണെങ്കിൽ അതിനേക്കാളും രസകരമാണ്. വവ്വാൽ ഒരു പ്രത്യേക ശബ്ദം പുറപ്പെടുവിക്കും. ആ ശബ്ദത്തിനനുസരിച്ചിട്ടാണ് വവ്വാൽ മുന്നോട്ട് പോവുക. അത് വസ്തുക്കളിൽ തട്ടി പ്രതിധ്വനിച്ച് വരുന്ന അതിനനുസരിച്ചിട്ടാണ് വവ്വാൽ മുന്നേറുക. ഇവിടെ നിങ്ങൾ കാണുന്നത് വവ്വാൽ ഒരു പേരമരത്തിൽ പേരക്കായ തിന്നാനായിട്ട് വവ്വാൽ കാണിക്കുന്ന ഒരു സാഹസമാണ്. നോക്കുക, വവ്വാൽ അതിൻ്റെ ചെറിയ വിരലുകൾ പോലെയുള്ള അവയവങ്ങൾ ഉപയോഗിച്ച് സഞ്ചരിക്കുന്നു. ഇങ്ങനെയുള്ള രീതിയൊക്കെ വവ്വാലിനുണ്ട് എന്ന് നമ്മൾ കാണുമ്പോൾ വളരെയേറെ കൗതുകം ഇത്തരത്തിലുള്ള ജീവികളോട് നിങ്ങൾക്ക് തോന്നും. പറക്കുന്ന സസ്തനിയായ വവ്വാലിനെ കുറിച്ച് ഇനിയും അറിയേണ്ടതെല്ലാം നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തണേ. എല്ലാവർക്കും നന്ദി.